നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത്, ഹവാല പണം ഏറ്റവും അധികം പിടികൂടിയത് മലപ്പുറത്ത് നിന്നാണെന്നും ഇത് ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞതായാണ് ഹിന്ദു പത്രം അച്ചടിച്ചത്. ഹിന്ദു പത്രത്തിലെ വാക്കുകൾ ഏറ്റെടുത്ത് PV അൻവർ MLA രംഗത്തെത്തിയതോടെ വിഷയം പ്രതിപക്ഷവും ഏറ്റെടുത്തു. സംഭവം വിവാദമായതോടെ വിശദീകരണം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് കത്തയച്ചു. ഇതിന് നൽകിയ മറുപടിയിൽ PR ഏജൻസി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഭിമുഖം നൽകിയതെന്നായിരുന്നു ഹിന്ദു പത്രത്തിന്റെ വിശദീകരണം. സംഭവം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആയുധമായി പ്രയോഗിച്ച അൻവറിന് കൃത്യം മറുപടി കൊടുത്തിരിക്കുകയാണ് മുഖ്യൻ. ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. കേരളത്തെ മുഖ്യമന്ത്രി ആക്രമിച്ച് ഇടതുപക്ഷ സർക്കാരിനെ തകർക്കുവാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. അതിന് പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂട്ടുനിൽക്കുകയാണെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ തലക്കടിക്കണമെന്ന് പ്രതിപക്ഷത്തിന് കൃത്യമായി അറിയാം. ആ തല ഇപ്പോൾ പിണറായി വിജയനാണ്. ഇന്നലെ വേറെ ആളായിരുന്നു, നാളെ മറ്റൊരാളാകും. ആരാണോ തല അതിനടിക്കും. താൻ ഈ പറഞ്ഞത് മാധ്യമങ്ങളെ എന്ത് വ്യാഖ്യാനം നൽകിയാലും കുഴപ്പമില്ല, പറയാനുള്ളത് താൻ പറയും. അതാണ് പാർട്ടി തന്നെ പഠിപ്പിച്ചത്. ഇന്നലെ മലപ്പുറം ജില്ലയിലെയും ഒരു പ്രത്യേക മതവിഭാഗത്തെയും മുഖ്യമന്ത്രി അപമാനിച്ചു എന്നായിരുന്നു മാധ്യമങ്ങളിലെ വാർത്ത. അതിനു പിന്നാലെ കാര്യങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രിയും പ്രസ് സെക്രട്ടറിയും രംഗത്തെത്തിയതാണ്. എന്നാൽ വാർത്ത പിൻവലിക്കുവാനോ ഖേദം പ്രകടിപ്പിക്കുവാനോ മാധ്യമങ്ങൾ തയ്യാറായില്ല. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലെ അജണ്ട മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെ ആവശ്യമില്ലെന്നും റിയാസ് വ്യക്തമാക്കി.